നമസ്കാരം. താക്കോൽ കയ്യിലുണ്ടെന്ന വിശ്വാസത്തിലാണ് മനുഷ്യർ എല്ലാ കാലത്തും മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ടുള്ളത്. അത് ചിലപ്പോൾ വീടിൻ്റെ താക്കോലാകാം, പണപ്പെട്ടിയുടെ താക്കോലാകാം, അതുമല്ലെങ്കിൽ വാഹനത്തിൻ്റെ താക്കോലാകാം. താക്കോലില്ലാതെ പൂട്ടുപൊളിക്കാനുള്ള കഴിവാണ് ലോക്കൽ കള്ളനെ വൈദഗ്ധ്യമുള്ള ഒരു മോഷ്ടാവാക്കി മാറ്റുന്നത്. കാലം മാറി, പൂട്ടുകളുടെ ടെക്നോളജിയും മാറി. താക്കോൽ വെച്ച് തുറക്കുന്ന പൂട്ടുകൾ മാറി, റേഡിയോ ഫ്രീക്വൻസികൾ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്ന അത്യാധുനിക പൂട്ടുകളെത്തി. അതോടൊപ്പം തന്നെ കള്ളന്മാരും മാറി. പഴയ കള്ളന്മാർക്ക് പകരം പുതിയ ഹൈടെക് കള്ളന്മാരെത്തി. ഇന്ന് അത്യാധുനിക ഭവനങ്ങളിലും വാഹനങ്ങളിലുമൊക്കെ ഉപയോഗിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി വെച്ച് പ്രവർത്തിക്കുന്ന പൂട്ടുകൾ കള്ളന്മാർ എങ്ങനെയാണ് തുറക്കുന്നത്, അതുമല്ലെങ്കിൽ തുറക്കാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ടെക്സോർബയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പലരും തങ്ങളുടെ കാറുകളെ പോയിൻ്റ് എ മുതൽ പോയിൻ്റ് ബി വരെ എത്താനുള്ള ഉപകരണങ്ങളായിട്ട് മാത്രമല്ല കാണുന്നത്, തങ്ങളുടെ തന്നെ പേഴ്സണാലിറ്റിയുടെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ്. അതുകൊണ്ട് തന്നെ മുൻപ് എപ്പോഴത്തേക്കാളും കൂടുതൽ ലുക്സിനും ഫീച്ചേഴ്സിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇന്നത്തെ കാർ ബയേഴ്സ്. ഈ ഫീച്ചേഴ്സുകളുടെ കൂട്ടത്തിൽ ഒരു മുൻപന്തിക്കാരനാണ് കീലെസ് എൻട്രി. വളരെ കാലമായി തന്നെ നമ്മുടെ കാറുകളിൽ കാണാവുന്ന ഒരു ഫീച്ചറാണിത്. ഈ കീലെസ് എൻട്രി എത്രത്തോളം സേഫാണ്? ഇന്നത്തെ കള്ളന്മാർക്ക് ഈ കീലെസ് എൻട്രി തകർക്കാനാകുമോ? ഏതൊരു പൂട്ടും താക്കോലില്ലാതെ തുറക്കണമെങ്കിൽ ആ പൂട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഈ കീലെസ് എൻട്രി എന്ന സംവിധാനം തകർക്കണമെങ്കിലും കീലെസ് എൻട്രി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ കാർ ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനോ വേണ്ടി കീഫോബ് അമർത്തുമ്പോൾ കീഫോബ് റേഡിയോ വേവ്സ് വഴി ഒരു പാസ്കോഡാണ് അയക്കുന്നത്. നമ്മൾ ലുലു മാൾ പോലുള്ള വലിയ മാളുകളിലൊക്കെ കാർ പാർക്ക് ചെയ്ത് ചിലപ്പോൾ പാർക്ക് ചെയ്ത സ്ഥലം മറന്നു പോകാറുണ്ട്. തിരിച്ചിറങ്ങി വരുമ്പോൾ കാർ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാകില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ കീഫോബ് വെറുതെ അമർത്തി നോക്കും. ഈ കാർ കീഫോബിൻ്റെ റേഞ്ചിന് പുറത്താണെങ്കിൽ കാർ റെസ്പോണ്ട് ചെയ്യുകയുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് കീഫോബ് താടിയോട് ചേർത്ത് വെച്ച് പ്രസ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോഴൊക്കെ വർക്കായിട്ടും ഉണ്ടാകും. ഇങ്ങനെ ചേർത്ത് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ തല ഒരു വലിയ ആൻറ്റിന പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ റേഞ്ചിന് മാറ്റമുണ്ടാകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ റേഞ്ചിന് ചെറിയ മാറ്റമുണ്ടാകും എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ കീഫോബ് റേഡിയോ ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. പണ്ട് റേഡിയോ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, റേഡിയോയുടെ സിഗ്നൽ ക്വാളിറ്റി കുറവാണെങ്കിൽ നമ്മൾ റേഡിയോയുടെ പുറത്തുനിന്ന് തൊട്ട് കഴിഞ്ഞാൽ സിഗ്നൽ ക്വാളിറ്റി മെച്ചപ്പെടുന്നതായി കാണാമായിരുന്നു. അതിൻ്റെ കാരണം നമ്മുടെ മൊത്ത ശരീരം ഒരു റേഡിയോ ആൻറ്റിന പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കീഫോബ് റേഡിയോ ഫ്രീക്വൻസി വഴി ഒരു പാസ്കോഡ് സെൻഡ് ചെയ്യുകയാണ് എന്നതാണ്. ഈ കീഫോബ് ഒരു റേഡിയോ വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ 4 പാടേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് കിടക്കുന്ന എല്ലാ കാറിലേക്കും നമ്മൾ അയച്ച ഈ പാസ്കോഡ് എത്തും. പക്ഷേ ഏത് കാറിൻ്റെ പാസ്കോഡാണോ നമ്മുടെ പാസ്കോഡുമായി മാച്ച് ചെയ്യുന്നത് അത് മാത്രം അൺലോക്ക് ആകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കീഫോബ് അമർത്തുമ്പോൾ റേഡിയോ വേവ്സ് 4 പാടേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. ഈ 4 പാടേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേഡിയോ വേവ്സിനെ റിസീവ് ചെയ്യാനും ലാപ്ടോപ്പിലേക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റുന്ന ഡിവൈസസ് ഇന്ന് അവൈലബിൾ ആണ്. ഇത്തരം ഡിവൈസസിനെ നമ്മൾ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ് എന്ന് പറയുന്നു. ഈ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ ഘടിപ്പിച്ച ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഒരു ഹാക്കറിന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഈ പാസ്കോഡ് റിസീവ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും സാധിക്കും. നമ്മൾ കാർ ലോക്ക് ചെയ്ത് പോയതിന് ശേഷം ഈ ഹാക്കറിന് ഈ പാസ്കോഡ് റീപ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർ അൺലോക്ക് ആകും. ഇതിനെയാണ് നമ്മൾ ഒരു റീപ്ലേ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോൾ കീ അമർത്തിയാലും ഒരേ പാസ്കോഡ് തന്നെയാണ് കീ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കോഡിങ്ങിനെ നമ്മൾ സ്റ്റാറ്റിക് കോഡിംഗ് എന്ന് പറയുന്നു. ഇത് ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ കീലെസ് എൻട്രി കാറുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വളരെ വൾനറബിളാണ്. ഇതിൻ്റെ സേഫ്റ്റി ഇല്ലായ്മ മനസ്സിലാക്കിയ കാർ കമ്പനികൾ മറ്റൊരു സാങ്കേതിക വിദ്യയിലേക്ക് മാറാൻ നിർബന്ധിതരായി. അതാണ് റോളിംഗ് കോഡ്സ്. എന്താണ് റോളിംഗ് കോഡ്സ് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ കീഫോബ് പ്രസ് ചെയ്യുമ്പോൾ എല്ലാ തവണയും ഒരേ പാസ്കോഡ് തന്നെയായിരുന്നു കീഫോബ് ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഓരോ തവണ കീഫോബ് പ്രസ് ചെയ്യുമ്പോഴും ഓരോ പുതിയ പാസ്വേഡ്സാണ് കീഫോബ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് കീഫോബിൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഓഫ് പാസ്കോഡ്സ് ഉണ്ടാകും. നമ്മൾ കീഫോബ് പ്രസ് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ഒരു പാസ്കോഡ് കീഫോബ് സെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ കാറിൻ്റെ കയ്യിലും ഒരു ലിസ്റ്റ് ഓഫ് പാസ്കോഡ്സ് ഉണ്ടാകും. ഈ കീഫോബ് സെൻഡ് ചെയ്ത പാസ്കോഡ് തൻ്റെ കയ്യിലുള്ള പാസ്കോഡ്സുമായി കാർ കമ്പയർ ചെയ്ത് നോക്കുന്നു. മാച്ച് ആവുകയാണെങ്കിൽ അത് ലോക്ക് ആവുകയോ അൺലോക്ക് ആവുകയോ ചെയ്യുന്നു. ഇവിടെ കാർ ഒരു തവണ മാച്ച് ചെയ്ത പാസ്കോഡ് വീണ്ടും സ്വീകരിക്കുന്നതല്ല. ഇത് നമ്മുടെ പഴയ റീചാർജ് കൂപ്പണിലെ നമ്പർ പോലെ നമുക്ക് മനസ്സിലാക്കാം. ഒരു തവണ റീചാർജ് സക്സസ്ഫുൾ ആയാൽ ആ കൂപ്പൺ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ റീപ്ലേ അറ്റാക്കിന് സ്കോപ്പില്ല. കാരണം യൂസർ കാർ ലോക്ക് ചെയ്യുമ്പോൾ ഒരു ഹാക്കർ ഈ പാസ്കോഡ് റെക്കോർഡ് ചെയ്ത് റീപ്ലേ ചെയ്താലും കാർ വീണ്ടും അത് സ്വീകരിക്കില്ല. കാരണം യൂസർ കാർ ലോക്ക് ചെയ്തപ്പോൾ തന്നെ കാർ ആ പാസ്കോഡ് മാച്ച് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഹാക്കർ വീണ്ടും ആ പാസ്കോഡ് റീപ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കാർ സ്വീകരിക്കുകയില്ല. എന്നാൽ ഈ റോളിംഗ് കോഡ് മെത്തേഡും 100% സേഫ് അല്ല. ഈ വിദ്യ പൊളിക്കുന്ന മെത്തേഡിൻ്റെ പേരാണ് റോൾ ജാം. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് എവിടെയോ കേട്ട പോലെ തോന്നിയിരിക്കാം. നിങ്ങൾ കേട്ടുള്ളത് മിക്കവാറും ജാം റോൾ ആയിരിക്കും.
അതും ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ല. റോൾ ജാം മെത്തേഡിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ജാമറാണ്. നമ്മുടെ കീഫോബ് അയക്കുന്ന പാസ്കോഡ് കാറിന് കിട്ടാതിരിക്കാൻ വേണ്ടി കാർ റേഡിയോയെ ജാം ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. എങ്ങനെയാണ് ഒരു റേഡിയോ ഡിവൈസ് നമ്മൾ ജാം ചെയ്യുന്നത്? നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടുകാരൻ കേൾക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. അതിലാദ്യത്തേത് ഞാൻ പുറപ്പെടുവിച്ച സൗണ്ട് വേവ്സ് അവൻ്റെ ചെവിയിൽ എത്താതിരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവൻ്റെ ചെവി മൂടിക്കെട്ടാം, അല്ലെങ്കിൽ അവനെ സൗണ്ട് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള റൂമിലിരുത്താം. അങ്ങനെ പലതും ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് കുറച്ചുകൂടി എളുപ്പമാണ്. അവൻ്റെ അടുത്ത് നിന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്താണെന്ന് അവന് വ്യക്തമാകില്ല. ഫലത്തിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് അവന് കേൾക്കില്ല. ഈ രണ്ടാമത്തെ മെത്തേഡാണ് മിക്ക ജാമറുകളും ഉപയോഗപ്പെടുത്തുന്നത്. കാർ റേഡിയോയുടെ അടുത്ത് ചെന്നിരുന്ന് റാൻഡമായിട്ടുള്ള റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ കീഫോബ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാസ്കോഡ് അടങ്ങിയ റേഡിയോ വേവ്സ് കാറിന് ലഭിക്കുകയില്ല, അല്ലെങ്കിൽ കാറിനത് മനസ്സിലാവുകയില്ല. ഇങ്ങനെയാണ് ഒരു ജാമർ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ ജാമിംഗ് മെത്തേഡ് വളരെ ഈസി ആയിട്ട് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കൂട്ടുകാരൻ അവൻ്റെ കാർ ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനോ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കാറിൻ്റെ കീഫോബ് എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ അടുത്ത് നിന്ന് റാൻഡമായി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ സന്ദേശം അവൻ്റെ കാർ കേൾക്കുകയില്ല. കാരണം നിങ്ങളുടെ കീഫോബ് കാർ റേഡിയോയുടെ അടുത്ത് വന്ന് നിന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ്റെ കീ അയക്കുന്ന പാസ്കോഡ് അടങ്ങിയ സന്ദേശം കാറിന് കേൾക്കാൻ കഴിയാത്തത്. ഇത് തന്നെയാണ് ഒരു ജാമറും ചെയ്യുന്നത്. ഇനി ഈ ജാമറിന് റോൾ ജാം മെത്തേഡിൽ എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് നോക്കാം. യൂസർ കാർ ഓഫ് ചെയ്ത് കാറിന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് കാർ ലോക്ക് ചെയ്യാനായി കീഫോബ് അമർത്തുന്നു. പക്ഷേ ഈ സന്ദേശം കാർ റേഡിയോയിൽ എത്തുന്നില്ല, കാരണം കാർ റേഡിയോ ജാം ചെയ്തിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഹാക്കർ ഈ സന്ദേശം റിസീവ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. കാർ ലോക്കാകാത്തതുകൊണ്ട് തന്നെ യൂസർ വീണ്ടും കീഫോബ് അമർത്തുന്നു. ഈ രണ്ടാമത്തെ സന്ദേശവും കാർ റേഡിയോയിൽ എത്തുന്നില്ല, കാരണം കാർ റേഡിയോ ഇപ്പോഴും ജാംഡാണ്. ഈ രണ്ടാമത്തെ സന്ദേശവും ഹാക്കർ റിസീവ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഹാക്കർ കാറിൻ്റെ ജാമർ ഓഫ് ചെയ്ത് താൻ ആദ്യം റെക്കോർഡ് ചെയ്ത പാസ്കോഡ് കാറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഈ പാസ്കോഡ് കിട്ടുമ്പോൾ കാർ ലോക്കാകുന്നു. യൂസർ താൻ കീഫോബ് ഞെക്കിക്കൊണ്ടാണ് കാർ ലോക്കായതെന്ന് കരുതി തനിക്ക് പോകേണ്ടിടത്തേക്ക് പോകുന്നു. എന്നാൽ ഹാക്കറിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ഫ്രഷ് പാസ്കോഡ് ഉണ്ട്. യൂസർ പോയതിന് ശേഷം അദ്ദേഹത്തിന് ഈ പാസ്കോഡ് ഉപയോഗിച്ച് കാർ അൺലോക്ക് ചെയ്യുവാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ റോൾ ജാം മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു സംശയമുണ്ടായേക്കാം, ഈ ജാമർ എന്തുകൊണ്ടാണ് ഹാക്കറിൻ്റെ റേഡിയോ ജാം ചെയ്യാത്തതെന്ന്. മിക്കപ്പോഴും കാർ റേഡിയോസ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് അക്സെപ്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണ്. അതായത് 400 മെഗാഹെർട്സ് ആണ് നമ്മുടെ കീഫോബിൻ്റെ ഫ്രീക്വൻസി എങ്കിൽ കാർ റേഡിയോ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ 395 മുതൽ 405 വരെയുള്ള എല്ലാ റേഡിയോ ഫ്രീക്വൻസീസും അക്സെപ്റ്റ് ചെയ്യുവാൻ വേണ്ടിയായിരിക്കും. കീഫോബിൻ്റെ ബാറ്ററി ലെവലും പുറത്തുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസും ഒക്കെ ഫ്രീക്വൻസിയിൽ ചെറിയ മാറ്റം വരുത്തും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കാർ അൺലോക്ക് ആവാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു അനുഭവമായിരിക്കില്ല. എന്നാൽ ഹാക്കറിൻ്റെ റേഡിയോ ട്യൂൺ ചെയ്തിരിക്കുന്നത് എക്സാക്ട്ലി കീഫോബ് സെൻഡ് ചെയ്യുന്ന അതേ ഫ്രീക്വൻസിയിലായിരിക്കും. ഉദാഹരണത്തിന് കീഫോബ് സെൻഡ് ചെയ്യുന്ന ഫ്രീക്വൻസി 400 മെഗാഹെർട്സ് ആണെന്ന് കരുതുക. ഈ ഹാക്കറിൻ്റെ റേഡിയോ ട്യൂൺ ചെയ്തിരിക്കുന്നത് 400 മെഗാഹെർട്സിന് വേണ്ടിയായിരിക്കും. എന്നാൽ കാർ റേഡിയോ ട്യൂൺ ചെയ്തിട്ടുണ്ടാവുക 395 മുതൽ 405 മെഗാഹെർട്സ് വരെയുള്ള എല്ലാ ഫ്രീക്വൻസീസും അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും. നമ്മൾ അയക്കുന്ന റാൻഡം ജാമിംഗ് വേവ്സ് 401 മുതൽ 405 മെഗാഹെർട്സ് വരെയുള്ളതാണെന്ന് കരുതുക. അതുകൊണ്ട് അത് കാർ റേഡിയോയ്ക്ക് കേൾക്കാൻ സാധിക്കും. കാർ റേഡിയോ അത് കേൾക്കുന്നതുകൊണ്ട് തന്നെ കീഫോബ് അയക്കുന്ന 400 മെഗാഹെർട്സിൻ്റെ പാസ്കോഡ് അടങ്ങിയ സന്ദേശം കാർ റേഡിയോയ്ക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഹാക്കറിൻ്റെ റേഡിയോ 400 മെഗാഹെർട്സിന് വേണ്ടി എക്സാക്റ്റ് ആയിട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് 401 മുതൽ 405 മെഗാഹെർട്സ് വരെയുള്ള റാൻഡമായിട്ടുള്ള ജാമിംഗ് ഫ്രീക്വൻസീസ് ഹാക്കറിൻ്റെ റേഡിയോകൾക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ 400 മെഗാഹെർട്സിൽ കീഫോബ് വിടുന്ന പാസ്കോഡ് അടങ്ങിയ സന്ദേശം വളരെ വ്യക്തമായി ഹാക്കറുടെ റേഡിയോയ്ക്ക് ശ്രവിക്കാൻ സാധിക്കും. അങ്ങനെയാണ് അത് ഈ കീഫോബിൻ്റെ പാസ്കോഡ് റിസീവ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ റോളിംഗ് കോഡ് മെത്തേഡ് കൊണ്ടും ഫലമില്ലെന്ന് കണ്ടതോടുകൂടിയാണ് കമ്പനികൾ എക്സ്പയറിംഗ് കോഡ് എന്ന മറ്റൊരു മെത്തേഡിലേക്ക് പോയത്. എക്സ്പയറിംഗ് കോഡ് എന്നാൽ കീഫോബ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാസ്കോഡുകളെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എക്സ്പയർ ആയി പോകും. അതുകൊണ്ട് തന്നെ ഈ പാസ്കോഡ് റെക്കോർഡ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് റീപ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ആകില്ല. വെറും സെക്കൻഡുകൾ മാത്രമാണ് ഈ പാസ്കോഡ്സിൻ്റെ വാലിഡിറ്റി. എന്നാൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന 2-3 വർഷം മുമ്പ് ഇറങ്ങിയ എല്ലാ കാറുകളും സ്റ്റാറ്റിക് കോഡ്സും റോളിംഗ് കോഡ്സും ഉപയോഗിക്കുന്ന കാറുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയൊന്നും 100% സേഫ് അല്ലെന്ന് മാത്രമല്ല, പഴയ താക്കോലിനോളം പോലും സേഫ് അല്ല. ഇതിനായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കാറിൽ ഉപേക്ഷിച്ച് പോകാതിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഇങ്ങനെ ഒരു ദുരന്ത പോസിബിലിറ്റി കൂടി മുന്നിൽ കാണുക. ഇനി കീലെസ് സ്റ്റാർട്ടിംഗ് ഉള്ള കാറുകളിലാണെങ്കിൽ ഹാക്കറിന് സുന്ദരമായി കാർ ഓടിച്ചുകൊണ്ട് പോകാൻ വരെ സാധിക്കും. ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയി സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് കൊണ്ടുവരുന്നു. അതിനുശേഷം ക്യാൻബസ് വഴി നമ്മുടെ കാറിൻ്റെ റേഡിയോ ഇമ്മൊബിലൈസർ വേറൊരു കീക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പ്രോഗ്രാം ചെയ്താൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വേറൊരു കീ ആയി. ഇനി പഴയ കീയുടെ ആവശ്യമേ ഇല്ല.
വികസിത രാജ്യങ്ങളിലൊക്കെ മാഫിയകൾ ഇത്തരത്തിൽ കാർ മോഷ്ടിച്ച് ആഫ്രിക്ക പോലുള്ള നാടുകളിലേക്ക് കയറ്റി അയക്കുന്നത് പതിവാണ്. മാർക്കറ്റിൽ പുതുതായി വരുന്ന ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണെന്ന് കരുതിയാണ് നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് അതിനെ സ്വന്തമാക്കുന്നത്. ഈ പുതുതായി വന്ന ടെക്നോളജി ഒരു മാർക്കറ്റിംഗ് ഗിമിക്കാണോ അതോ യഥാർത്ഥത്തിൽ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് തന്നെയാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു പുതിയ ടെക്നോളജി ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആകണമെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന 4 കാറ്റഗറികളിൽ ഏതെങ്കിലും ഒന്നിൽ പെടണം. അതിലൊന്നാമത്തേത്, ഇപ്പോൾ ആ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ഉതകുന്ന രീതിയിലുള്ളതായിരിക്കണം പുതുതായി വന്ന ഈ ടെക്നോളജി. ഒരു ഉദാഹരണത്തിന്, കാളവണ്ടിയിൽ നമുക്ക് ദിവസം 30 കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. എന്നാൽ IC എഞ്ചിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി ദിവസം 300-500 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തേത്, കൂടുതൽ ആൾക്കാരെ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ എനേബിൾ ചെയ്യുന്നതായിരിക്കണം പുതിയ ടെക്നോളജി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ നാട്ടിൽ ഗിയറുള്ള മോട്ടോർ സൈക്കിളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഗിയർലെസ് സ്കൂട്ടറുകൾ ഇറങ്ങിയതോടുകൂടി സ്ത്രീകളടക്കമുള്ള ഒരു വലിയ ജനവിഭാഗം അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ഉദാഹരണത്തിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന പുതിയ ടെക്നോളജി കൂടുതൽ ആൾക്കാരെ സ്കൂട്ടർ ഓടിക്കാൻ എനേബിൾ ചെയ്യുന്നു. ഇനി മൂന്നാമത്തേത്, ഇപ്പോഴുള്ള ടെക്നോളജിയുടെ എഫിഷ്യൻസിയും സേഫ്റ്റിയും കൂട്ടുന്ന ടെക്നോളജികൾ. ഉദാഹരണത്തിന്, നേരത്തെ ഉണ്ടായിരുന്ന എഞ്ചിൻ്റെ അതേ സൈസിൽ കൂടുതൽ പവറും മൈലേജുമുള്ള ഒരു പുതിയ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ അതൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റാണ്. അല്ലെങ്കിൽ മനുഷ്യജീവൻ രക്ഷിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള പുതിയ സേഫ്റ്റി ഫീച്ചർ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റാണ്. നാലാമത്തേത്, മൊത്തത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൂട്ടുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, കാറിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റങ്ങളും സ്റ്റീരിയോ സിസ്റ്റങ്ങളും ഒക്കെ ഈ നാലാമത്തെ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. നമ്മൾ ഒരു ടെക്നോളജിക്ക് വേണ്ടി കൂടുതൽ കാശ് മുടക്കുമ്പോൾ ആ ടെക്നോളജി ഞാൻ പറഞ്ഞ ഈ 4 വിഭാഗങ്ങളിൽ എവിടെയെങ്കിലും പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് ഗിമിക്കിന് ഇരയാവുകയല്ല, മറിച്ച് നിങ്ങളുടെ പൈസയ്ക്കുള്ള മൂല്യമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി പറയാനുള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂജൻ കള്ളന്മാരോടാണ്. നിങ്ങൾ ഏതെങ്കിലും കാർ തുറക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ ആ ഐഡിയ തന്നത് ഞാനാണെന്ന് മാത്രം പോലീസിനോട് പറയരുത്. ഇതിലും വ്യക്തമായി സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ ഒക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്ന ഇംഗ്ലീഷ് വീഡിയോകളുണ്ട്. അവരുടെ ആരുടെയെങ്കിലും പേര് പറയാൻ ശ്രദ്ധിക്കുക. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്. നമുക്കറിയാം, കാറുകളൊക്കെ അസംബിൾ ചെയ്യുന്നത് അസംബ്ലി ലൈനുകളിൽ വെച്ചാണ്. പലരും അത് ഡിസ്കവറിയിലും യൂട്യൂബിലുമൊക്കെ കണ്ടിരിക്കുകയും ചെയ്യും. ഈ പരിപാടി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ആദ്യമായി കൊണ്ടുവന്നത് ഫോർഡ് മോട്ടോർ കമ്പനിയാണ്. ചിക്കാഗോയിലുള്ള ഒരു മീറ്റ് കമ്പനിയിൽ നിന്നാണ് ഫോർഡിന് ഈ ഐഡിയ ലഭിച്ചത്. അവിടെ വർക്കേഴ്സ് തങ്ങളുടെ സ്ഥാനത്ത് നിന്ന് മാറാതെ മാംസം വരുമ്പോൾ കൃത്യമായി ഒരേ ഭാഗം തന്നെ എപ്പോഴും കട്ട് ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഫോർഡിന് ഈ ഐഡിയ വന്നത്. ഏകദേശം 12 മണിക്കൂറോളം എടുക്കുമായിരുന്നു ഒരു ഫോർഡ് കാർ അസംബിൾ ചെയ്യാൻ. എന്നാൽ അസംബ്ലി ലൈൻ ടെക്നോളജിയുടെ വരവോടുകൂടി അത് ഏകദേശം 1.5 മണിക്കൂറായി ചുരുങ്ങി. ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് സെക്ടറിലെ വളരെ വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു ഈ അസംബ്ലി ലൈൻ ടെക്നിക്ക്. അസംബ്ലി ലൈൻ ടെക്നിക്ക് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ആദ്യ ഫോർഡ് കാർ ഏതാണ്? ഇതിൻ്റെ ഉത്തരം അറിയാവുന്നവർ ഉത്തരം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. വീഡിയോ കണ്ടതിന് നന്ദി.